ക്ലാസ്സിൽ നമ്മള് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഇന്ന് ഒരു സിംഗിങ് ഫണ്ട് മെത്തേഡിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ചെയ്യാതെ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, എന്നിട്ട് നമുക്ക് നമുക്ക് അടുത്ത ഒരു മെത്തേഡ് നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ എല്ലാരും ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ നമുക്ക് ജസ്റ്റ് ഓക്കെ. അപ്പോ ശ്രദ്ധിക്കാം, ഇതാണുള്ള ഒരു ഫേം, ഒരു കമ്പനി. അവര് 20 ലക്ഷത്തിന്റെ ഒരു ഡിബഞ്ചേഴ്സ് അവര് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കൾ? ഓക്കെ. അതുപോലെ തന്നെ അവര് സിംഗിങ് ഫണ്ട് മെത്തേഡ് പ്രകാരമാണ് അത് അവർ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് അവര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അതുപോലെ തന്നെ ഒരു ഡിബഞ്ചേഴ്സ് അവര് 5% പ്രീമിയത്തിലാണ് അവര് ഒരു റിഡംഷൻ നടത്തുന്നത്. അതായത് ഡിബഞ്ചർ ഹോൾഡർമാരെ മേടിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ടിനേക്കാളും 5% പൈസ കൂടുതൽ കൂടുതൽ ആണ് അവര് ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് അവര് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അതുപോലെ തന്നെ അവര് കഴിഞ്ഞ ഒരു വർഷം ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ആ ഒരു എമൗണ്ട് ആയിട്ട് അവര് 9,25,000 രൂപ ഒരു ക്വസ്റ്റ്യനില് അവര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളൊക്കെ? അവര് എക്സിസ്റ്റിംഗ് എമൗണ്ടിന് സിംഗിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് 9,25,000 അവര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അതുപോലെ തന്നെ അവര് സിംഗിങ് ഫണ്ടിന്റെ പലിശ ഒരു 10% അവര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സിംഗിങ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കമ്പനിക്ക് ഒരു വർഷം കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് അവർ നിശ്ചിത ശതമാനം പൈസ അവർ മറ്റുള്ള അവർ പുറത്തുള്ള മറ്റ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സിംഗിങ് ഫണ്ട് നമ്മൾ പറയാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അത് പുറത്തുള്ള കമ്പനികളിലേക്ക് നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ബട്ട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ ആക്ട് പ്രകാരം നമുക്ക് സിംഗിങ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മുടെ കമ്പനി ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു റേറ്റ് നമുക്ക് ഇല്ല.
ഓക്കെ, അപ്പൊ നമുക്ക് സിങ്കിങ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പലിശ നമ്മൾ വീണ്ടും സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് തന്നെ വേണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ മക്കളെ, പിന്നീട് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ റിഡംഷൻ നടത്തേണ്ട ടൈം ആവുമ്പോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട സമയമാവുമ്പോ നമ്മള് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ആർക്ക് എടുത്തു കൊടുക്കുക? നമുക്ക് ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ എടുത്തു കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ഒരു മെത്തേഡ് ഓഫ് റിഡംഷനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് നമ്മൾ പറയാം. ഓക്കെ അല്ലേ മക്കളെ? ഇത് കൂടാതെ കമ്പനി നേരിട്ട് സിങ്കിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ SFI നമ്മൾ പറയാം. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറയാം. ഓക്കെ മക്കളെ? ഓക്കെ, എന്താന്ന് വെച്ചാൽ നോക്കുക, കമ്പനിക്ക് എല്ലാ വർഷം അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഉള്ള ഒരു സർപ്ലസ്, ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടണമെന്നില്ല. ഓക്കെ അല്ലേ മക്കളെ? അപ്പോഴും ഒരു സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിന്റെ ഉള്ളിൽ ഇനഫ് എമൗണ്ട് ഇനി ആ ഒരു റിസ്ക് കുറയ്ക്കുന്നതിനായിട്ട് ഒരു കമ്പനി ഒരു നേരിട്ടും സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് പൈസ ഒരു ഇൻവെസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെയോ എല്ലാവർക്കും മക്കളെ? യെസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മള് 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 ഈ ഒരു റിഡംഷൻ ഔട്ട് ഓഫ് സിങ്കിങ് ഫണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജേർണൽ എൻട്രീസും കൂടി ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ SFI എന്ന് പറയുന്നത് കമ്പനി ഒരു നേരിട്ട് സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറയാം. ഓക്കെ അല്ലേ മക്കളെ? അതായത് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് മൊത്തം ഒരു റിഡംഷൻ നടത്തേണ്ട എമൗണ്ടിന്റെ ഒരു നോമിനൽ വാല്യൂ, അതായത് പ്രീമിയം കൂട്ടാത്ത വാല്യൂ, അതായത് ഒരു 20 ലക്ഷം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ഒരു 20 ലാക്കിന്റെ സിങ്കിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൈസ, അതിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് എന്തെന്ന് പറയാ? SFI നമ്മൾ പറയാം. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറയാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ ഇതൊക്കെയാണ് നമുക്ക് സിങ്കിങ് ഫണ്ട് ആയിട്ട് ഒരു റിലേറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളെ. കേട്ടാ ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയിട്ടില്ലേ മക്കളെ? ഇല്ലേ, ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയിട്ടില്ലേ മക്കളെ? ഓക്കെ ആണോ? യെസ്. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല എല്ലാവർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അതോ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്ത് തരണോ? എങ്ങനെയാ? നമ്മൾ ആദ്യം നമ്മളൊരു DRRന്റെ എൻട്രി എഴുതിയ പോലെ തന്നെയാണ്. യെസ്. ഓക്കെ മക്കളെ, അപ്പൊ ഇത് അറിയണവർ ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഞാൻ ഇത് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. യെസ്. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ ആദ്യം.
ഞാൻ റെക്കോർഡിങ് ഓക്കെ ഓക്കെ മോളോ, താങ്ക് യു കേട്ടോ. ഓക്കെ അല്ലേ മോളോ? ഓക്കെ. അപ്പോ ഈ ഒരു സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിന്റെ ഉള്ളില് എക്സിസ്റ്റഡ് ആയിട്ടുള്ള പൈസ ക്വസ്റ്റ്യനിൽ ഒരു 9,25,000 കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മള് ഈ ഒരു വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റിൽ നിന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പൈസ 10,75,000 ആണ്. ഓക്കെ അല്ലേ മക്കളെ? പ്ലസ് ഓക്കെ. അത് കൂടാതെ ഈ ഒരു വർഷം കമ്പനി നേരിട്ട് സിങ്കിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ, ഓക്കെ അല്ലേ മക്കളെ? അത് 3 lakh ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇൻ സിങ്കിങ് ഫണ്ട് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. അതായത് കമ്പനിയുടെ ഈ ഒരു വർഷത്തെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിന്റെ ഉള്ളിൽ മൊത്തം എത്ര പൈസ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം 23 ലക്ഷം രൂപ ഈ ഒരു വർഷം നമ്മുടെ ഒരു കമ്പനിയുടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ മൊത്തമുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ടോട്ടൽ കിട്ടിയിട്ടുള്ള 23 ലാക്കുമ്പോ വേണം നമ്മള് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ അത് കാണാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അവര് ക്വസ്റ്റ്യനില് അവര് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ആയിട്ട് ഒരു 10% ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ നമ്മള് അതിന്റെ അടിയിൽ എഴുതുക. ഓക്കെ. therefore interest ഓൺ സിങ്കിങ് ഫണ്ട് ഈസ് ഈക്വൽ ടു, സിങ്കിങ് ഫണ്ടിന്റെ പലിശ നമുക്ക് കിട്ടുന്നതിനായിട്ട്. ഓക്കെ. ഇപ്പൊ മൊത്തം സിങ്കിങ് ഫണ്ടിലുള്ള പൈസ 3 lakh ആണ്. അതിന്റെ 10% നമ്മൾ കാണാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഇവിടെ 23,000 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഒരു വർക്കിംഗ് നോട്ടായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ. ഇനി നമുക്കൊരു ബാക്കിയുള്ള ഒരു ജേർണൽ എൻട്രീസ് നമുക്ക് എടുത്തെഴുതാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പോ ഇവിടെ സിങ്കിങ് ഫണ്ടിന്റെ ഒരു ഇൻട്രസ്റ്റ് കിട്ടാന്ന് ആര് പറയുന്നത് കമ്പനിക്ക് എന്താണ് ഒരു ഇൻകമാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആ ഒരു പലിശ കമ്പനിക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ നമ്മള് ജേർണൽ എൻട്രി എഴുതുമ്പോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് എന്ന് കൊണ്ട് നമ്മൾ എടുത്തെഴുതണം. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് കിട്ടാന്ന് ആര് പറയുന്നത് കമ്പനിക്ക് ഒരു ഇൻകം ആയതുകൊണ്ടാണ് നമ്മള് ഇവിടെ സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. അത് നമുക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടുക. അതുകൊണ്ടാണ് നമ്മള് ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ 23,000 ആണ്. അപ്പൊ നമ്മൾ ഒരു 23,000 റുപ്പീസ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുക. ഇനി നമുക്ക് അതിന്റെ നരേഷൻ ആയിട്ട് ബീയിങ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അത് റിസീവ്, ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അത് റിസീവ്. സിങ്കിങ് ഫണ്ടിന്റെ പലിശ കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ. ഇനി അടുത്തൊരു എൻട്രി, അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റൂള് പ്രകാരം ഓക്കെ സിങ്കിങ് ഫണ്ടിലുള്ള പൈസ ഡിബഞ്ചർ ഹോൾഡർമാർക്കുള്ള റിഡംഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് കമ്പനിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു പലിശനെ കമ്പനി സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതാണ് നമുക്ക് ഇനി അടുത്ത എൻട്രി ആയിട്ട് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അതായത് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ടിനെ സിങ്കിങ് ഫണ്ടിലേക്ക് തന്നെ കമ്പനി ട്രാൻസ്ഫർ ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. Being interest on sinking fund, interest on sinking fund is transferred to sinking fund, is transferred to a sinking fund. ഓക്കെ. നമ്മുടെ സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കമ്പനി അതിനെ സിങ്കിങ് ഫണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് നമുക്ക് അടുത്ത എൻട്രി ആയിട്ട് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഈ സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ എടുത്ത് എഴുതുക. അതായത് 23,000, 23,000.
ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ. അടുത്ത എൻട്രി ആയിട്ട് നമുക്ക് ഇനി എഴുതാനായിട്ടുള്ളത്, അതായത് കമ്പനി നേരിട്ട് സിങ്കിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ, അതായത് SFI സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ റിഡംഷൻ ചെയ്യേണ്ട പർപ്പസിനായിട്ട് അത് എന്ത് ചെയ്യുക, ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കമ്പനി തിരിച്ചെടുക്കുമ്പോഴുള്ള എൻട്രി ആണ്, അതായത് എൻകാഷ് ചെയ്യുമ്പോഴുള്ള എൻട്രി ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇപ്പൊ ആ ഒരു പൈസ കമ്പനി സിങ്കിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള എൻട്രി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതി. ഈ ഒരു സിങ്കിങ് ഫണ്ട് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ട പർപ്പസിനായിട്ട് കമ്പനി ആ ഒരു പൈസ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ഇതില് സെക്കൻഡ് എഴുതിയിട്ടുള്ള എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻട്രി. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ കമ്പനി സിങ്കിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ കമ്പനി റിഡംഷൻ പർപ്പസിന് വേണ്ടി തിരിച്ചെടുക്കുമ്പോൾ അവർക്ക് പൈസ കിട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എൻട്രിയിലെ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഓക്കെ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അത് നമുക്കറിയാം, അത് 3 lakh ആണ്. ബീയിങ് എൻകാഷ്മെന്റ് തിരിച്ചെടുത്തു ഓഫ് SFI സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദി റിഡംഷൻ പർപ്പസ്. ഫോർ ദി റിഡംഷൻ എഴുതിയാലും ഒരു മതി കേട്ടോ. ഓക്കെ. റിഡംഷൻ പർപ്പസ് ഒന്നും കൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യനില് ഒരു നരേഷൻ എഴുതാൻ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന്റെ നരേഷൻസ് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. അവര് ക്വസ്റ്റ്യനിൽ പ്രത്യേകം ഒരു നരേഷൻ എഴുതാൻ പറഞ്ഞിട്ടില്ല വെച്ചാൽ നമുക്ക് ഈ നരേഷനുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ എല്ലാവർക്കും മക്കളെ? യെസ്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ മക്കളെ. യെസ്. ഓക്കെ. അപ്പൊ അത് നമ്മൾ എടുത്തെഴുതി. ഓക്കെ. ഓക്കെ. യെസ് മക്കളെ കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഒരു ഡിബഞ്ചർ റിഡംഷന്റെ ഒരു ബേസ് എൻട്രീസ് ഒന്ന് ഓർമ്മയിൽ വെക്കുക മക്കളെ. ഓക്കെ. ഒരു മെച്ചൂരിറ്റി പീരീഡ് ആയപ്പോ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഡിബഞ്ചേഴ്സിനുള്ള പൈസ കൊടുക്കാനുണ്ട്, അതായത് ഡ്യൂ എൻട്രി. ഓക്കെ. ഡിബഞ്ചേഴ്സിനുള്ള പൈസ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ഡിബഞ്ചർ ഡെപ്റ്റർ കണ്ട മക്കളെ, അവര് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു റെഡീമബിൾ അറ്റ് പ്രീമിയം എന്ന് അവർ പറഞ്ഞിട്ടുള്ള കാരണം, അതായത് ഡിബഞ്ചർ ഹോൾഡർമാരെ നമ്മൾ മേടിച്ചിട്ടുള്ള എമൗണ്ടിനേക്കാളും 5% കൂടുതൽ പൈസ നമ്മൾ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡ്യൂ എൻട്രിയില് നമ്മൾ ഈ ഒരു റിഡീമബിൾ അറ്റ് പ്രീമിയത്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കാരണം അത് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ എക്സ്പെൻസസ് ടു ദി ഫേം. ഓക്കെ അല്ലേ? അത് കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഓക്കെ. ആർക്കാണ് പൈസ കൊടുക്കാനായിട്ടുള്ളത്? ഡിബഞ്ചർ ഹോൾഡർമാർക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്യൂ എൻട്രിയിലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ടുള്ള എമൗണ്ടിന്റെ ഒരു നോമിനൽ വാല്യൂ 20 lakh ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. ഇതുമേ 5% നമുക്ക് പൈസ കൂടുതലായിട്ട് നമുക്ക് അത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പൊ 20 ലക്ഷത്തിന്റെ 5% കാണുമ്പോൾ നമുക്ക് ഇവിടെ 1 lakh ആണ് നമുക്ക് കിട്ടുക. അതായത് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് 1 ലക്ഷം രൂപ അവർക്ക് കൂടുതൽ അവർക്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ മൊത്തം നമുക്ക് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കാനായിട്ടുള്ള പൈസ ഇവിടെ 21 lakh ആണ്, 21 ലക്ഷം രൂപയാണ്. ദി എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ കൊടുക്കാണ്ട്. ഓക്കെ. അറ്റ് പ്രീമിയം. ഓക്കെ അല്ലേ? ഓക്കെ. 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 നോക്കുക, ഒരു പ്രീമിയത്തോട് കൂടിയിട്ട് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ചെയ്യാം. മക്കളെ സോറി, ഫോൺ സൈലന്റിലൊക്കെ മറന്നു. സോറി ട്ടാ ഫോൺ അടിച്ചതില്.
ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇനി നമ്മളെ ഒരു മെച്ചൂരിറ്റി ഡേറ്റ് ആയപ്പോ നമ്മള് ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ തിരിച്ചു കൊടുത്തു. എൻട്രിയാണ് നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് പൈസ കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ കിട്ടി. ഇപ്പൊ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അവർക്ക് മൊത്തം നമ്മള് പ്രീമിയം അടക്കം 21 ലക്ഷമാണ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ടുള്ളത്. 21 lakh. ബി എമൗണ്ട് അത് റിഡീമബിൾ അല്ലെങ്കിൽ പെയ്ഡ്. ഓക്കെ, രണ്ടെണ്ണം എഴുതിയാലും അത് ശരിയാണ്. റിഡീമബിൾ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇത് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ കൊടുക്കാണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അറ്റ് പ്രീമിയം. ഓക്കെ ഓക്കെ, ഇത് പ്രീമിയത്തോടു കൂടി ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ അത് കൊടുക്കാനായിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് ഇതില് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ക്ലോസിംഗ് എൻട്രി ആണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അതായത് ഈ ഒരു സിങ്കിങ് ഫണ്ടെന്ന് അവർ പറയുന്നത് കമ്പനി ഡിബഞ്ചർ ഹോൾഡർമാർക്ക് റിഡംഷൻ നടത്തേണ്ട ഒരു പർപ്പസിനായിട്ട് അവര് മാറ്റി വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു റിസർവ് ഫണ്ടാണ്. ഓക്കെ അല്ലേ മക്കളെ? അതുകൊണ്ട് തന്നെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഈ ഒരു കൊല്ലം സിങ്കിങ് ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുള്ള പൈസ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് സിങ്കിങ് ഫണ്ടിൽ നിന്ന് റിഡംഷൻ നടത്തിയിട്ടുള്ള പൈസ നമ്മൾ ഒരു ജനറൽ ഒരു റിസർവിലേക്ക്, കമ്പനിയുടെ പൊതു നീക്കിയിരിപ്പിലേക്ക് ആ ഒരു പൈസ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താലാണ് നമ്മൾ ഈ ഒരു കൊല്ലം റിഡംഷൻ പർപ്പസിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ള സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതാണ് നമുക്ക് ഏറ്റവും അവസാനം ക്ലോസിംഗ് എൻട്രി ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? നമ്മള് ഈ ഒരു വർഷം ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഡിബഞ്ചേഴ്സിന്റെ പൈസ റിഡംഷൻ നടത്തുന്ന അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട പർപ്പസിനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു വർഷം സിങ്കിങ് ഫണ്ടിൽ നിന്ന് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് നമ്മൾ റിഡംഷൻ നടത്തിയിട്ടുള്ള 21 ലക്ഷം രൂപ നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഈ ഒരു വർഷം റിഡംഷൻ പർപ്പസിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ള സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഏറ്റവും അവസാനത്തെ എൻട്രി ആയിട്ട് നമ്മളിവിടെ ക്ലോസിംഗ് എൻട്രി വേണം നമ്മൾ എടുത്ത് എഴുതാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പോ സിങ്കിങ് ഫണ്ടിൽ നിന്ന് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് എടുത്തു കൊടുത്തിട്ടുള്ള പൈസ നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് നമുക്ക് ഏറ്റവും അവസാനം ക്ലോസിംഗ് എൻട്രി ആയിട്ട് നമുക്ക് എടുത്ത് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു റിസർവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ടുകളോ നമ്മൾ കമ്പനിയുടെ എന്തെങ്കിലും പർപ്പസുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുള്ള പൈസ നമ്മൾ ഏറ്റവും അവസാനം ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഏറ്റവും അവസാനത്തെ ജേണൽ എൻട്രി ആയിട്ട് നമുക്ക് ഇവിടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ഏറ്റവും അവസാനത്തെ ക്ലോസിംഗ് എൻട്രി ആയിട്ട് നമുക്ക് എടുത്ത് എഴുതാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഇതില് എഴുതേണ്ടതായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ എത്ര രൂപയാണോ ഈ ഒരു വർഷം ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൃത്യമായിട്ട് റിഡംഷൻ നടത്തിയിട്ടുള്ളത് ആ ഒരു പൈസ തന്നെ വേണം നമ്മൾ ഏറ്റവും അവസാനത്തെ ക്ലോസിംഗ് എൻട്രിയിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതാനായിട്ട്. അത് നമ്മൾ ഈ ഒരു വർഷം 21 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ഒരു വർഷം ഡിബഞ്ചർ ഹോൾഡർമാർക്ക് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ നമ്മൾ എടുത്തത് ബീയിങ് എമൗണ്ട് ഓഫ് റിഡംഷൻ ഫ്രം സിങ്കിങ് ഫണ്ട് SF എന്ന് എഴുതിയാലും മതി. ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അത് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ? ഓക്കെ, എന്താണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളതും സിങ്കിങ് ഫണ്ടിന്റെ ജേണൽ എൻട്രീസ് ഒക്കെ എല്ലാവർക്കും ഓക്കെ കുട്ടിയോളാം? ഐഡിയ നമുക്ക് is it clear to all? ഓക്കെയോ? യെസ് ആതിരെ? അല്ല എല്ലാവർക്കും മക്കളെ? ഐഡിയ സ്മൃതി റെഡിമാ?
അല്ല അല്ല എല്ലാവർക്കും ഇത് ഓക്കെ? ഗൗതം ഓക്കെ ഓക്കെ ഓക്കെ, പ്രതിഭ ഓക്കെ. ഞാൻ അതില് ഇതിലൊരു നരേഷ ഇതില്ലേ ബീയിങ് എമൗണ്ട് ഓക്കെ എമൗണ്ട് 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 ഒരു റിഡീമബിൾ ഫ്രം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ എമൗണ്ട് ഒരു റിഡീമബിൾ ഫ്രം. ഓക്കെ 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 നരേഷൻ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ മക്കളെ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനില് അവർ കൃത്യമായിട്ട് നരേഷൻ അവർ റെക്കോർഡ് ചെയ്യണം എന്ന് അവർ എടുത്തു പറയാച്ചാലാണ് നമുക്കൊരു നരേഷൻ എഴുതേണ്ട ആവശ്യമുള്ളൂ മക്കളെ. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? യെസ് മക്കളെ. ഇതെല്ലാവരും എഴുതിയെടുത്തില്ലേ മക്കളെ? ഓക്കെ ഞാനിവിടെ എഴുതി തന്നിട്ടുള്ള ചാനൽ എൻട്രീസ് ഒക്കെ എല്ലാവരും എഴുതിയെടുത്തിട്ടില്ലേ? എന്റെ എമൗണ്ടുകളൊക്കെ ഇല്ലേ? ഓക്കെ ഓക്കെ ഗൗതം. ഓക്കെ ഗൗതം. ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് എടുക്കാനായിട്ടുള്ള മെത്തേഡ് മക്കളെ അത് നമുക്ക് റിഡംഷൻ ഔട്ട് ഓഫ് ഒരു കൺവേർഷൻ ആണ്. ഓക്കെ മക്കളെ. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്ന് ആര് പറയുന്നത്? ഓക്കെ ഓക്കെ മക്കളെ. ഇവിടെ ഇവിടെ ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് അവർക്ക് ആ ഒരു മെച്ചൂരിറ്റി പീരീഡിൽ തിരിച്ചു കൊടുക്കാനായിട്ടുള്ള പൈസ കമ്പനി ക്യാഷ് ആയിട്ട് ആവില്ല കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ടുള്ള പൈസ കമ്പനി അവർ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ കമ്പനി പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള അവരുടെ ഒരു പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള അവരുടെ ഒരു ഫ്രഷ് ഒരു ഡിബഞ്ചേഴ്സോ ആയിട്ടാണ് ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ അത് കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഇപ്പൊ ഇത് ശരിക്ക് നോൺ ലിക്വിഡിറ്റി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അതായത് ഇവിടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഓക്കെ അല്ലേ മക്കളെ? അതായത് ഒരു മെച്ചൂരിറ്റി പീരീഡ് ആകുമ്പോ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് റിഡംഷൻ നടത്താനായിട്ടുള്ള ആ ഒരു എമൗണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള ഷെയർസോ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചേഴ്സോ ആണ് അവർക്ക് ക്യാഷിന് പകരം കമ്പനി ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കുക. നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് കൺവേർഷൻ നമ്മൾ അത് പറയാം. ഓക്കെ അല്ലേ മക്കളെ? അതായത് അവർക്ക് കൊടുക്കാനായിട്ടുള്ള അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ പുതിയതായിട്ട് കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു ഫ്രഷ് ഒരു ഡിബഞ്ചേഴ്സോ ആക്കി മാറ്റും. കിട്ടിയോ നിങ്ങൾക്ക് മക്കളെ? ഓക്കെ അപ്പൊ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം കമ്പനി പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ അവർക്ക് പൈസയ്ക്ക് പകരം ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഒരു റിഡംഷൻ നടത്തുക. അതായത് അവരുടെ ഒരു പേരിലേക്ക് ഒരു മാറ്റി കൊടുക്കുക. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് കൺവേർഷൻ നമ്മൾ പറയാം. ഓക്കെ അല്ല എല്ലാവർക്കും മക്കളെ? കിട്ടിയോ നിങ്ങൾക്ക്? എന്താണ് ഈ ഒരു റിഡംഷൻ ഔട്ട് ഓഫ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് എന്താന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയോ മക്കളെ? കിട്ടിയോ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഓക്കെ ആണോ എല്ലാവർക്കും? അതായത് ശ്രദ്ധിക്കുക, ഒരു മെച്ചൂരിറ്റി പീരീഡ് ആവുമ്പോ ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ കൊടുക്കുന്നതിന് പകരമായിട്ട് കമ്പനി പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള അവരുടെ ഒരു ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചേഴ്സോ അവർക്ക് പൈസയ്ക്ക് പകരമായിട്ട് ഡിബഞ്ചർ ഹോൾഡർമാരുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് കൺവേർഷൻ നമ്മൾ പറയാം. ഓക്കെ എല്ലാവർക്കും മക്കളെ? എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് കൺവേർഷൻ എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഓക്കെ ആണോ? യെസ് ഓക്കെ 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 സ്മൃതി ഓക്കെ യെസ് മക്കളെ കേട്ടാ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ ഇതിലും നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് പൈസ കൊടുക്കാനുള്ള എൻട്രി, അതായത് ഡ്യൂ എൻട്രി ആണ് നമുക്ക് ഫസ്റ്റത്തെ എൻട്രി ആയിട്ട് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? യെസ് അപ്പൊ നമുക്കറിയാം അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അതിപ്പോ നോക്കുക, ഇപ്പോ ഒരു പ്രീമിയത്തിലാണ് അവർ കൊടുക്കുന്നതെങ്കിൽ ഓക്കെ റിഡീമബിൾ
അറ്റ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ എന്നും കൂടി എഴുതണം. 2 ആർക്കാണ് കൊടുക്കാനായിട്ടുള്ളത്? ടു ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്കാണ് അത് കൊടുക്കാനായിട്ടുള്ളത്. നമുക്ക് മക്കളെ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ മക്കളെ? യെസ്. being amount due to debenture holders. അറ്റ് പ്രീമിയം. പ്രീമിയത്തോടു കൂടി ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഒരു പൈസ കൊടുക്കാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അടുത്തത് നമുക്ക് അവർക്ക് ഒരു റിഡംഷൻ നടത്തുമ്പോഴുള്ള എൻട്രി ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അത് എഴുതുമ്പോൾ നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ നമ്മള് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഇവിടെ നമ്മൾ പൈസയ്ക്ക് പകരം അവർക്ക് കമ്പനി പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ അത് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഡിബഞ്ചേഴ്സ് ആണ് അവർക്ക് ക്യാഷിന് പകരം കമ്പനി ഇവിടെ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ നമ്മള്? അപ്പൊ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ നമ്മളൊക്കെ? അത് അവർക്ക് ചിലപ്പോ അവര് നമുക്ക് ഇക്വിറ്റി ഷെയർസ് കൊടുക്കുക. ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. or to ഒരു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഫ്രഷ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ. കമ്പനി ഇറക്കിയിട്ടുള്ള പുതിയ ഒരു ഡിബഞ്ചേഴ്സ് കേട്ടോ. ഓക്കെ നിങ്ങൾക്ക് മക്കളത്? ഓക്കെ ഇതിൽ ഞാനിപ്പോ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രീസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയോ മക്കളെ? ഓക്കെയോ? being a redemption is made out of conversion. Okay എല്ലാവർക്കും മക്കളത് is it clear to all? ഐഡിയ ആയോ? ഓക്കെ എല്ലാവർക്കും മക്കളെ? ഓക്കെ ആയോ? യെസ് ഓക്കെ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററില് ഏറ്റവും അവസാനം നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ഭാഗം ഒരു ടോപ്പിക്കാണ് എന്ത് റിഡംഷൻ ഓഫ് ഒരു ഡിബഞ്ചേഴ്സ് ബൈ പർച്ചേസ് ഓൺ ഡിബഞ്ചേഴ്സ് by the company from open market. ഓക്കെ അല്ലേ മക്കളെ? അതായത് കമ്പനി അവരുടെ ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ആദ്യം ഇഷ്യൂ ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഡിബഞ്ചേഴ്സ് തന്നെ അവര് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു മേടിക്കും. ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ. അപ്പോ ഇതിന്റെ ഈ ഒരു മെത്തേഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു പർപ്പസിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താന്ന് വെച്ചാൽ കമ്പനിക്ക് ഡിബഞ്ചേഴ്സുമേലുള്ള ഒരു ലൈബിലിറ്റി അവർക്ക് ഒരു പരിധി വരെ ഈ ഒരു മെത്തേഡിൽ കൂടെ അവർക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഒരു ഡിബഞ്ചേഴ്സുമേ ഒരു കമ്പനി അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഒരു ബാധ്യത ഒരു ലൈബിലിറ്റി അവർക്ക് ഒരു പരിധി വരെ അവർക്ക് കുറയ്ക്കാനായിട്ട് അവർക്ക് ഈ ഒരു മെത്തേഡിൽ കൂടെ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അവര് ഇവിടെ ഈ ഒരു ഓപ്പൺ മാർക്കറ്റ് എന്നുള്ള ഒരു വേർഡ് കൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയാണ്. ഓക്കെ അല്ലേ മക്കളെ? നമുക്കൊരു ഷെയർസും അതുപോലെ ഡിബഞ്ചേഴ്സും ഒക്കെ നമുക്ക് മേടിക്കാനും വിൽക്കാനും ഒക്കെ പറ്റുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയാണ് അവരുടെ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കൊണ്ട് അവര് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ? അതായത് കമ്പനി ആദ്യം അവരുടെ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് വിറ്റിട്ടുള്ള അവരുടെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് തന്നെ അവര് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവര് തിരിച്ചു മേടിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ കിട്ടിയ മക്കളെ? ഓക്കെ ഇനി അവരെ രണ്ട് പർപ്പസിനായിട്ടാണ് കമ്പനി സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു മേടിക്കുക. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു പർപ്പസ് ആണ്
എന്ത് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി അത് ക്യാൻസൽഡ്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിച്ച് അത് അവര് ക്യാൻസൽ ചെയ്ത് അവർ കീറികളയും. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അതോട് കൂടിയിട്ട് അവർക്ക് ഒരു ഡിബഞ്ചേഴ്സുമേൽ ഉള്ള ഒരു ലൈബിലിറ്റി അവർക്ക് ഇല്ലാതാക്കാനായിട്ട് ഒറ്റയടിക്ക് സഡൻ ആയിട്ട് അവർക്ക് ഒരു ലൈബിലിറ്റി അവർക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അല്ലാത്ത പക്ഷം ഓക്കെ അടുത്ത ഒരു കേസ് ആണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. അത് നോക്കാം. പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ഹെൽഡ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ്. അതായത് അവര് തന്നെ അവരുടെ ഒരു സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ മേടിച്ചിട്ട് അത് അവര് കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഒരു നിക്ഷേപമായിട്ട് അവര് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ ഓക്കെ? പിന്നീട് കമ്പനിയുടെ ഡിബഞ്ചേഴ്സിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അവര് ഈ മേടിച്ചിട്ടുള്ള അവരുടെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവര് എന്ത് ചെയ്യും? അത് റീഇഷ്യൂ ചെയ്യും. അതായത് പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് അത് മറച്ചു വിൽക്കും. കിട്ടിയോ മക്കളെ? ഈ ഒരു രണ്ട് പർപ്പസിനായിട്ടാണ് ഒരു കമ്പനി അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് അവർ തിരിച്ച് മേടിക്കാനുള്ള ഒരു കാരണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ പർച്ചേസ് ഓൺ ഡിബഞ്ചേഴ്സ് ബൈ ദി കമ്പനി ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ഓക്കെ അല്ലേ മക്കൾ? ഓക്കെ, അവര് അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, ഒരു കാരണം എന്താണ്? പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ഇമീഡിയറ്റ്ലി അത് ക്യാൻസൽ. കണ്ടോ? അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു മേടിച്ചിട്ട് അത് അവര് സഡൻ ആയിട്ട് ഉടനടി തന്നെ അത് അവർ ക്യാൻസൽ ചെയ്ത് അവർ കളയും. ഓക്കെ അല്ലേ? ഓക്കെ, അതിലൂടെ അവർക്ക് ഒരു ഡിബഞ്ചേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈബിലിറ്റി ആ ഒരു ബാധ്യത അവർക്ക് ഒറ്റയടിക്ക് അവർക്ക് അവസാനിപ്പിക്കാനായിട്ട് അവർക്ക് പറ്റും. ഓക്കെ അല്ലേ? നമ്മൾ അടുത്തൊരു പർപ്പസ് എന്ന് പറയുന്നത് അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ മേടിച്ചിട്ട് അത് അവരുടെ ഒരു നിക്ഷേപമായിട്ട് അവർ കമ്പനിയുടെ ഉള്ളിൽ തന്നെ അത് ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ അതുപോലെ ഈ ഒരു ഡിബഞ്ചേഴ്സ് അവര് കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഒരു ഹോൾഡ് ചെയ്ത് വെക്കുമ്പോ പിന്നീട് കമ്പനിയുടെ ഒരു ഡിബഞ്ചേഴ്സിന് പ്രൈസ് കൂടുന്ന ഒരു ടൈം പീരീഡ് ആകുമ്പോ അവർക്ക് അവര് ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവർക്ക് പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൂടുതൽ വിലയ്ക്ക് അവർക്ക് മറിച്ച് വിൽക്കാനായിട്ട് പറ്റും, അവർക്ക് റീഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു രണ്ട് പർപ്പസ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു മേടിക്കാനായിട്ടുള്ള ഒരു കാരണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ഒരു രണ്ട് പർപ്പസുകൾക്കായിട്ടാണ് ഒരു കമ്പനി അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓക്കെ ഒരു മിനിറ്റ് ഇട മക്കളെ. ഹലോ, ഓക്കെ ആണോ മക്കളെ? ഓഡിയോ എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഓഡിയോ എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഹലോ, ഓഡിയോ എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? ഹലോ, ഓഡിയോ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ. ഓക്കെ പ്രതിഭ, യെസ് മക്കളെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയോ മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഓക്കെ ആയോ മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഓക്കെ,
ഹലോ, ഈ ഒരു മെത്തേഡ് അല്ല അല്ല എല്ലാവർക്കും ഓക്കെ? ഓക്കെ മക്കളെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണ് ആതിര? ആ, അതുപോലെ അല്ല അല്ല എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഓക്കെ ഓക്കെ ആണോ മക്കളെ? സ്മൃതി, അരുണിമ, പ്രതിഭ, ഓക്കെ 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 ഓക്കെ, ഗൗതം, ഓക്കെ അല്ലേ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മക്കളെ? യെസ്, ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ ട്ടോ മക്കളേട്ടാ, യെസ് ട്ടാ. ഓക്കെ, അടുത്ത നമുക്ക് ഇതിന്റെ ഒരു ജേണൽ എൻട്രീസ് നമുക്ക് നോക്കട്ടെ മക്കളേട്ടാ. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ അടുത്ത ഹെഡിങ് ആയിട്ട് കൊടുത്തോളൂ, ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ദ ഫേം, അല്ലെങ്കിൽ ഇൻ ദ ബുക്ക് ഓഫ് കമ്പനി. ഓക്കെ അല്ലേ മക്കളെ? അതിൽ നമുക്ക് ഒരു ഫസ്റ്റ് കേസ് നമുക്ക് അത് നോക്കുക കേട്ടോ മക്കളെ കേട്ടാ. ഓക്കെ അല്ലേ മക്കളെ? when purchase of own debentures from open market and immediately അത് cancelled it, immediately cancelled. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പോ ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ എൻട്രി ആയിട്ട് നമുക്ക് എഴുതാനായിട്ടുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വളരെ എളുപ്പമാണ് കേട്ടോ മക്കളെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഒരു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ കണ്ടോ മക്കളെ? ഓക്കെ, ലോസ് ഓൺ ക്യാൻസലേഷൻ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ലോസ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അതായത് കമ്പനി അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിക്കുമ്പോൾ കമ്പനിയുടെ പോയിട്ടുള്ള ക്യാഷ്. ഓക്കെ അല്ലേ മക്കളെ? ടു പ്രോഫിറ്റ് കണ്ടോ മക്കളെ? പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ അല്ലേ മക്കൾ? ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, ഇവിടെ ലോസ് ഓൺ ക്യാൻസലേഷനും അതുപോലെ പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷനും എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഇനി അടുത്ത് നിങ്ങൾക്ക് എടുത്തു തരാൻ പോകുന്നത്. ഓക്കെ അല്ലേ മക്കൾ? ഓക്കെ, അതായത് കമ്പനി അവരുടെ ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ആദ്യം വിറ്റിട്ടുള്ള ഒരു വിലയേക്കാളും പ്രൈസ് കൂട്ടിയിട്ടാണ് കമ്പനി അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നതെങ്കിൽ അത് കമ്പനിക്ക് ഒരു ലോസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ മക്കളെ? ഓക്കെ, കമ്പനി അവരുടെ ഒരു ഡിബഞ്ചേഴ്സ് അവര് ആദ്യം ഡിബഞ്ചർ ഹോൾഡർമാർക്ക് വിറ്റിട്ടുള്ള പ്രൈസിനേക്കാളും കൂടുതൽ എമൗണ്ടിനാണ് കമ്പനി അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നതെങ്കിൽ അത് കമ്പനിക്ക് ഒരു നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ മക്കളെ? അതുപോലെ തന്നെ കമ്പനി ഓക്കെ അവരുടെ ഒരു ഡിബഞ്ചേഴ്സ് ആദ്യം ഡിബഞ്ചർ ഹോൾഡർമാർക്ക് വിറ്റിട്ടുള്ള എമൗണ്ടിനേക്കാളും കുറവ് വിലയ്ക്കാണ് കമ്പനി അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നതെങ്കിൽ അത് അവർക്ക് ഒരു ലാഭമാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഞാൻ എക്സാമ്പിൾ ഞാൻ അടിയിൽ എഴുതി തരാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അതായത് കമ്പനി അവരുടെ ഒരു ഡിബഞ്ചേഴ്സ് ആദ്യം ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രൈസിനേക്കാളും കൂടുതൽ എമൗണ്ടിനാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനി അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് തിരിച്ചു മേടിക്കുന്നതെങ്കിൽ കമ്പനിക്ക് അത് ഒരു നഷ്ടമാണ്. ഓക്കെ അല്ലേ മക്കളെ? അവര് ആദ്യം ഡിബഞ്ചർ ഹോൾഡർമാർക്ക് അവരുടെ ഡിബഞ്ചേഴ്സ് വിറ്റിട്ടുള്ള എമൗണ്ടിനേക്കാളും കൂടുതൽ വിലയ്ക്ക് കമ്പനി തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് തിരിച്ചു മേടിക്കുകയാണെങ്കിൽ അത് കമ്പനിക്ക് ഒരു ലോസ് ഉണ്ടാക്കുന്ന കാര്യമാണ്.
ഓക്കെ അല്ലേ മക്കളെ? അതുപോലെ തന്നെ അവരുടെ സ്വന്തം ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ആദ്യം വിറ്റിട്ടുള്ള ഒരു വിലയിനേക്കാളും കുറവ് പ്രൈസിനാണ് അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നതെങ്കിൽ അത് കമ്പനിക്ക് ഒരു ലാഭകരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ എല്ലാവർക്കും മക്കുകളെ ഒരു ലോസ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഓക്കെ ആണോ? ഓക്കെ കേട്ടോ മക്കളെ, ഞാൻ എക്സാമ്പിൾ ഞാൻ അടിയിൽ എഴുതി തരാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? യെസ് ഓക്കെ ഞാന് അതിന്റെ അടിയിൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു എക്സാമ്പിളില്, അതായത് കമ്പനി ആദ്യം അവരുടെ ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രൈസ് 10 റുപ്പീസ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു സെയിം ഒരു ഡിബഞ്ചേഴ്സ് തന്നെ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 12 റുപ്പീസിന് തിരിച്ചു മേടിക്കുമ്പോൾ, അതായത് കമ്പനി ആദ്യം ഈ ഒരു ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ടിനെക്കാളും ഒരു ടു റുപ്പീസ്, അതായത് 2 രൂപ അവര് ഇത് തിരിച്ചു മേടിക്കുന്നതിനായിട്ട് അവർ കൂടുതൽ കൊടുത്തു. ഓക്കെ അല്ലേ മക്കളെ? ഇത് കമ്പനിക്ക് ഒരു ലോസ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് കമ്പനി ആദ്യം ഡിബഞ്ചർ ഹോൾഡർമാർക്ക് അവരുടെ ഡിബഞ്ചേഴ്സ് വിറ്റിട്ടുള്ള എമൗണ്ടിനെക്കാളും കൂടുതൽ വിലയ്ക്കാണ് അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് തിരിച്ചു മേടിക്കുന്നതെങ്കിൽ അത് അവർക്കൊരു എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ അവിടെ സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അതായത് കമ്പനി ഇപ്പോൾ ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ആദ്യം ഒരു ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ഒരു 12 ആണെന്ന് വെക്കുക. അതുപോലെ തന്നെ അവര് ഈ ഒരു വിറ്റിട്ടുള്ള സെയിം ഡിബഞ്ചേഴ്സ് തന്നെ അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 8 രൂപയ്ക്ക് ഒരു തിരിച്ചു മേടിച്ചു. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ അവര് ആദ്യം ആ ഒരു ഡിബഞ്ചേഴ്സ് അവര് വിറ്റിട്ടുള്ള എമൗണ്ടിനെക്കാളും 4 രൂപ കുറച്ചിട്ട് കമ്പനിക്ക് അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് തിരിച്ചു മേടിക്കാനായിട്ട് അവർക്ക് പറ്റി. ഓക്കെ അല്ലേ മക്കൾക്ക്? അപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്താണ്? ഒരു പ്രോഫിറ്റ് ആണ്. ഓക്കെ അല്ലേ മക്കൾക്ക്? ഞാൻ ആദ്യത്തെ എക്സാമ്പിള് ഒരു ലോസിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത്. അതിന്റെ തൊട്ടടിയിൽ എഴുതിയിട്ടുള്ള എക്സാമ്പിള് പ്രോഫിറ്റിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ എഴുതി തന്നിട്ടുള്ളത്. അല്ലല്ലോ? ഓക്കെ മക്കളെ, ക്ലിയർ ടു ഓൾ ഈ ഒരു എക്സാമ്പിളുകള്? ഓക്കെ, ഈ ഒരു 2 എക്സാമ്പിളുകള് എല്ലാവർക്കും ഓക്കെ മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഓക്കെ എല്ലാവർക്കും മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ അതില
ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്ത എൻട്രി നമുക്ക് എഴുതാനായിട്ടുള്ളത്, അതായത് കമ്പനി അവരുടെ തന്നെ ഒരു സ്വന്തം ഡിബഞ്ചേഴ്സ് അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു മേടിക്കുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടായതെങ്കിൽ അത് നമ്മള് ക്യാപിറ്റൽ അത് റിസർവിലേക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി ഒരു കമ്പനി അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിക്കുമ്പോൾ അവർക്ക് ലോസ് ആണ് ഉണ്ടായതെങ്കിൽ ആ ഒരു ലോസ് നമ്മള് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവർ തിരിച്ചു മേടിക്കുമ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടായതെങ്കിൽ അത് നമ്മള് ഒരു മൂലധന നീക്കിയിരിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഒരു റിസർവിലേക്ക് വേണം നമ്മള് ആ ഒരു പൈസേനെ നമ്മള് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാറ്റി വെക്കാനായിട്ട്. അതുപോലെ തന്നെ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവർ തിരിച്ചു മേടിക്കുമ്പോൾ കമ്പനിക്ക് ഒരു ലോസ് ആണ് ഉണ്ടായതെങ്കിൽ അത് നമ്മള് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ എല്ലാവർക്കും മക്കളെ? യെസ്. ഓക്കെ കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് ഇതില് ഒരു സെക്കൻഡ് എൻട്രി ആയിട്ട് നമുക്ക് എഴുതേണ്ടത് ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ cancellation. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ കമ്പനി അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിച്ചത് ക്യാൻസൽ ചെയ്യുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് ആണ് അറൈസ് ചെയ്തതെങ്കിൽ ആ കിട്ടിയിട്ടുള്ള ലാഭം കമ്പനിയുടെ ക്യാപിറ്റൽ റിസർവിലേക്ക് മൂലധന നീക്കിയിരിപ്പിലേക്ക് വേണം നമ്മള് മാറ്റി വെക്കാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതിന്റെ എൻട്രി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. പ്രോഫിറ്റ് ഓൺ ഒരു cancellation, profit on a cancellation of debentures account debtor, profit on cancellation of debentures account debtor to capital or reserve account. The profit on cancellation is transferred to capital or reserve. ഓക്കെ അല്ലേ മക്കളെ? ഇനി അവർക്കൊരു ലോസ് ആണ് ഉണ്ടായതെങ്കിൽ ആ ഒരു ലോസ് നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മള് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുണ്ട് മക്കളെ. ഓക്കെ, ഞാനിവിടെ ഓർമ്മ പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ, അത് നമുക്ക് ഒന്നില്ലാച്ചാൽ ഒരു പ്രോഫിറ്റോ അല്ല ഒരു ലോസ് ആണ് വരിക. പ്രോഫിറ്റ് ലോസും ഒരിക്കലും ഒരുമിച്ച് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അടുത്ത എൻട്രി നമുക്ക് ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള എൻട്രി ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ to loss on cancellation of debentures account. Being loss on cancellation is transferred to profit and loss account, P&L account. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും ഒന്ന് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കേസ് ബി ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്, അതായത് കമ്പനി അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു മേടിച്ചിട്ട് അത് അവര് നിക്ഷേപമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കമ്പനിയുടെ ഉള്ളിൽ തന്നെ അവർ ഹോൾഡ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? അതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക്
എടുക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കള്? അപ്പൊ കമ്പനി അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു മേടിച്ചിട്ട് അവരുടെ തന്നെ ശ്രദ്ധിക്കുക, അവരുടെ തന്നെ ഒരു കമ്പനിയുടെ ഉള്ളില് അത് അവര് ഹോൾഡ് ചെയ്യുമ്പോ പിന്നീട് എപ്പോഴെങ്കിലും ഡിബഞ്ചേഴ്സിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അവർക്ക് ഒരു ഡിബഞ്ചേഴ്സ് പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൂടുതൽ വിലയ്ക്ക് അവർക്ക് മറിച്ച് വിൽക്കാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ? അപ്പൊ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കമ്പനി ഇമീഡിയറ്റ് ആയിട്ട് അവരുടെ ഒരു ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യാതെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ അത് ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ എല്ലാവർക്കും മക്കളെ? ഇത് കേസ് ബി എന്താന്നുള്ളത് ഈസ് ഇറ്റ് ക്ലിയർ? യെസ്, അതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഓരോന്നിന്റെയും ഓരോ ടോപ്പിക്കുകളുടെയും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ മക്കളെ? വെൻ ഓൺ ആർ ഡിബഞ്ചേഴ്സ് are purchased and held as a investment. ഓക്കെ അല്ലേ മക്കളെ? അതാണ് നമുക്ക് നെക്സ്റ്റ് കേസ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അതിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ എൻട്രി ആയിട്ട് കമ്പനി അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് നിക്ഷേപത്തിനായിട്ടുള്ള പർപ്പസിനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ട് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രി ആണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ ഫസ്റ്റ് എൻട്രിയുടെ ഒരു ഹെഡിങ് കൊടുക്കുക, പർച്ചേസ് ഓഫ് ഓൺ ഒരു ഡിബഞ്ചേഴ്സ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ അതിന്റെ എൻട്രി ഒന്ന് എഴുതിക്കോളൂ മക്കളെ കേട്ടോ. ഓക്കെ, എഴുതുക ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൺ ഒരു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ, അപ്പൊ കമ്പനി ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ട് അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു മേടിച്ചു. അപ്പോ അവർക്ക് ഒരു ഡിബഞ്ചേഴ്സ് അവർക്ക് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ ഇവിടെ ഡെബിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. അവര് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് അവർ തിരിച്ചു പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. ഓക്കെ എല്ലാവർക്കും മക്കളെ? യെസ്. ഇനി അടുത്ത എൻട്രി. ഓക്കെ അല്ലേ മക്കൾ? ഓക്കെ, അപ്പോ നോക്ക ഇമീഡിയറ്റ് ആയിട്ട് നോക്ക ഒരു ഡിബഞ്ചേഴ്സ് മേടിച്ച് അത് അവര് ഇമീഡിയറ്റ് ആയിട്ട് അവര് ക്യാൻസൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ഡിബഞ്ചേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈബിലിറ്റീസ് അതോടുകൂടി എന്ത് ചെയ്യും? ഒരു അവസാനിക്കും, എൻഡ് ചെയ്യും. ഓക്കെ അല്ലേ മക്കൾ? ഓക്കെ, എന്നാൽ ഇവിടെ കമ്പനി അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് അത് കമ്പനിയുടെ ഉള്ളിൽ തന്നെ അവർ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ പിന്നീട് ആ ഒരു ഡിബഞ്ചേഴ്സിന്മേൽ കമ്പനി കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഇവിടെ കമ്പനിക്ക് തന്നെയാണ് കിട്ടുക. കണ്ട മക്കൾ? ഓക്കെ, കിട്ടിയ മക്കൾ? ഓക്കെ 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 ഒരു വലയെന്ന് പോയാലും അവരെ കുളത്തിലേക്ക് തന്നെയാണ് വീഴാന്ന് പണ്ടുള്ള ആൾക്കാര് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവർ മേടിച്ചിട്ട് അത് കമ്പനിയുടെ ഉള്ളിൽ തന്നെ അവർ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു ഡിബഞ്ചേഴ്സുമേൽ കിട്ടേണ്ടതായിട്ടുള്ള പലിശ കമ്പനിക്ക് തന്നെയാണ് കിട്ടുക. കിട്ടിയ മക്കൾ? ഓക്കെ ഓക്കെ അപ്പൊ കമ്പനി സാധാരണ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ അവർ കൊടുക്കും. പക്ഷേ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു മേടിച്ചിട്ടുള്ള അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സിനുള്ള പലിശ അത് കമ്പനിക്ക് തന്നെയാണ് അത് തിരിച്ചു കിട്ടുക. ഓക്കെ മക്കളെ? കറക്റ്റ് ആയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ അല്ലേ മക്കൾക്ക്? ഇനിയിപ്പോ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ടോപ്പിക്കുകൾ എടുത്തു തരണമെന്ന് വെച്ചാൽ പറയാൻ ഞാൻ അത് വീണ്ടും എടുത്തു തരും. ഓക്കെ അല്ലേ മക്കളെ? അതാണ് നമുക്ക് ഇനി അടുത്ത എൻട്രി ആയിട്ട് നമുക്ക് എടുത്ത് എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കൾക്ക്? അപ്പോ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആള് കമ്പനിയാണ്. കമ്പനി കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അത് റിസീവ് ചെയ്യുന്നതും കമ്പനി തന്നെയാണ്. കാരണം എന്താണ്?
കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവരിവിടെ എന്ത് ചെയ്തിട്ടില്ല, അത് വിറ്റിട്ടില്ല, അല്ല സോറി അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഓക്കെയോ നിങ്ങൾക്ക്? ഓക്കെയോ? ഓക്കെ ആണോ? അതിന്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ കൂടി ഞാൻ അവിടെ എഴുതുന്നുണ്ട്. അത് ആവശ്യമുള്ളവര് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ. അത് ഞാൻ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ട്ലി ആവട്ടെ വെച്ചിട്ടാണ് ഞാൻ അതിന്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനും കൂടി ഞാൻ എഴുതുന്നത് കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത് ആവശ്യമുള്ളവര് എഴുതിയെടുക്കുക, ആവശ്യമില്ലാത്തവർ അത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. എനിക്ക് എന്തായാലും എടുക്കുന്നത് ഭാഗം ക്ലിയർ ആയിട്ട് അത് കുട്ടികൾക്ക് അത് മനസ്സിലാക്കിപ്പിക്കാനായിട്ടാണ് ഞാൻ അതിന്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനും കൂടി ഇതിന്റെ കൂടെ എഴുതുന്നത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാന്ന് അവർ പറയുന്നത് കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ അല്ലേ മക്കളെ? നോക്കൂ, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. കാരണം നമ്മൾ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ കമ്പനിയുടെ അത് പൈസ പോയി. കിട്ടിയോ നിങ്ങൾക്ക് മക്കളെ? ടു ബാങ്ക്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതുക ടു ഇൻട്രസ്റ്റ് ഓൺ. കണ്ട മക്കൾ? ഓക്കെ, ഇതില് നോക്കുക, ഇതില് കുറച്ച് എന്താണ് കമ്പനിയുടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കേസിന്റെ ഇൻട്രസ്റ്റ് കമ്പനിക്ക് തന്നെയാണ് കിട്ടുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ ഇവിടെ കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അത് കമ്പനിക്ക് എക്സ്പെൻസ് ആണ്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. കമ്പനി കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് കമ്പനിയുടെ തന്നെ ഓൺ ഡിബഞ്ചേഴ്സിന് കമ്പനിക്ക് തന്നെ തിരിച്ചു കിട്ടുമ്പോൾ അത് ഒരു ഇൻകം ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യാം. കണ്ടോ മക്കളെ? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓൺ.
ഓക്കെ ചെയ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ? ഓക്കെ എഴുതാ? യെസ്, ഞാൻ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് എഴുതട്ടാ. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ അതിന്റെ എക്സാമ്പിൾ ഒന്ന് ഞാൻ ഇവിടെ നിന്ന് എഴുതാം. നെറ്റിന്റെ ഇഷ്യൂ കാരണമാണ് കേട്ടോ മക്കളുടെ ശരി. ഓക്കെ, നമുക്ക് മക്കളെ ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുള്ള ഒരു ഫിഗേഴ്സ് അതിന്റെ ഡിജിറ്റുകൾ എല്ലാവർക്കും ഓക്കെ ചെയ്യും. ഇവിടെ ഒരു കമ്പനി ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് മൊത്തം അവര് ഇൻട്രസ്റ്റ് ആയിട്ട് 25,000 ആണ് അവർ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അതില് കമ്പനി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സിന് ഉള്ള ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ഇവിടെ 10,000 ആണ്. ഓക്കെ അല്ലേ മക്കളെ? കിട്ടിയോ മക്കൾ? ഓക്കെ, അപ്പൊ കമ്പനി ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കുന്ന പലിശ 25,000 ആണ്. ആ ഒരു 25,000 രൂപ പലിശ കൊടുത്തതില് 10,000 രൂപ കമ്പനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുള്ള അതായത് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഇനത്തിൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുള്ള പൈസ ഇവിടെ 15,000 ആണ്. Is it clear to all? Is it clear? Okay മക്കളെ? ഓക്കെ, നിങ്ങൾക്ക് ഞാനിപ്പോ ഇതിവിടെ എഴുതി തന്നിട്ടുള്ള എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഹലോ ഹലോ യെസ്, ഓക്കെ. ഓക്കെ ഏട്ടാ മക്കളേട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാട്ടാ. എല്ലാരും ഒന്ന് എഴുതിയെടുക്കാട്ടോ മക്കളേട്ടാ. എല്ലാരും ഒന്ന് എഴുതിയെടുക്കാട്ടോ മക്കളേട്ടാ. എഴുതിയോ എല്ലാരും? എഴുതിയോ മക്കളെ? യെസ് മക്കളേട്ടാ. ഓക്കെ, ഇനി നമുക്ക് യെസ് ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്.
അതായത് കമ്പനി അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് അവരത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു ഡിബഞ്ചേഴ്സിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അവർക്ക് അത് ഒരു പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൂടുതൽ വിലയ്ക്ക് അവർക്ക് മറിച്ച് വിൽക്കാനായിട്ട് അവർക്ക് പറ്റും. ഓക്കെ അല്ലേ മക്കൾ? ഓക്കെ, അപ്പോ ഈ ഒരു ഡിബഞ്ചേഴ്സ് അത് റീസെയിൽ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കമ്പനി അവര് തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിച്ചിട്ടുള്ള അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യാതെ അവര് കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു കാരണം. ഓക്കെ മക്കളെ, ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിബഞ്ചേഴ്സ് അവര് വിൽക്കുമ്പോഴുള്ള എൻട്രി ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് ഈ ഒരു കേസില് തേർഡ് എൻട്രി ആയിട്ട് നമുക്ക് എഴുതാനായിട്ടുള്ള റീസെയിൽ ആണ് കേട്ടോ. റീസെയിൽ ഓഫ് ഓൺ ഒരു ഡിബഞ്ചേഴ്സ്, റീസെയിൽ ഓഫ് ഓൺ ഒരു ഡിബഞ്ചേഴ്സ് held as a investment. ഓക്കെ അല്ലേ മക്കളെ? അതായത് കമ്പനി ക്യാൻസൽ ചെയ്യാതെ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് റീസെയിൽ ചെയ്യുമ്പോഴുള്ള എൻട്രി ആണ് നമുക്ക് ഇനി അടുത്തത് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആ എൻട്രി നമുക്ക് എഴുതാം. അതായത് അവര് ഒരു ഡിബഞ്ചേഴ്സ് പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് വിൽക്കുമ്പോൾ കമ്പനിക്ക് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? അതായത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ അല്ലേ മക്കളെ? ഇനി അവര് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു വിലയേക്കാളും പ്രൈസ് കുറച്ചിട്ടാണ് അവര് പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഇത് വിൽക്കുന്നതെങ്കിൽ അവർക്ക് അത് ലോസ് ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ലോസ് ആണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എക്സാമ്പിൾ അടിയിൽ എഴുതി തരാം, അതോടുകൂടി നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും മക്കളെ കേട്ടോ. ലോസ് ഓൺ സെയിൽ ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ സെയിൽ ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. നിങ്ങൾക്ക് കിട്ടിയോ മക്കളെ? 2 കണ്ടോ മക്കളെ? 2 ഇത് അവര് ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു ഡിബഞ്ചേഴ്സ് ആണ്. അപ്പൊ കമ്പനി അവര് നിക്ഷേപമായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കമ്പനിയുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിബഞ്ചേഴ്സ് വിൽക്കുമ്പോ ആ ഒരു ഡിബഞ്ചേഴ്സ് കമ്പനിയിൽ നിന്ന് പുതിയ ഡിബഞ്ചർ ഹോൾഡർമാരുടെ അടുത്തേക്ക് പോകും. ഓക്കെ നമ്മൾ ഓക്കെ. അപ്പൊ ഇത് പോകുന്ന കാരണം നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. കാരണം മക്കളെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. കണ്ടോ മക്കളെ? ഓക്കെ 2. ഇനി കമ്പനി ഇത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള വിലയേക്കാളും കൂടുതൽ വിലക്കാണ് കമ്പനി പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് അവർ വിൽക്കുന്നതെങ്കിൽ അത് കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. കാരണം നമുക്ക് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ എക്സാമ്പിൾ ഞാനിപ്പോ എഴുതി തരാം കേട്ടോ.
ഓക്കെ അല്ലേ മക്കളെ? ഞാൻ എഴുതിയിട്ടുള്ള എക്സാമ്പിളുകൾ എല്ലാവർക്കും ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ഞാനിവിടെ എഴുതിയിട്ടുള്ള എക്സാമ്പിളുകൾ എല്ലാവർക്കും ക്ലിയർ ആയോ മക്കളെ? ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? അല്ല എല്ലാവർക്കും ഓക്കെ ഓക്കെ അല്ലേ മക്കളെ? ദിനമോള് ഓക്കെ സ്മൃതിക്കോ ഓക്കെ അല്ലേ മോളെ? അരുണിമ അതുപോലെ ഗൗതമ്മ ഓക്കെ പ്രതിഭ എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളത്? യെസ് ഓക്കെ കേട്ടോ മക്കളെ. ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് എഴുതിയെടുക്കാട്ടോ. എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കട്ടെ മക്കളെ കേട്ടോ. ഓക്കെ ഓക്കെ ഇനി ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ മോളെ? അപ്പൊ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ ഒരു സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവർ പർച്ചേസ് ചെയ്തിട്ട് അവരത് കമ്പനിയുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ച് അതിന്റെ പ്രൈസ് കൂടുന്ന ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ കമ്പനിക്ക് അത് നോക്കുക അത് വിൽക്കേണ്ട സമയമാകുമ്പോൾ കമ്പനി അത് പുറത്തുള്ള പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് അത് റീസെയിൽ ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? അതിനുശേഷം കമ്പനി വീണ്ടും ഈ ഒരു ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യണം? അത് ക്യാൻസൽ ചെയ്യണം. കാരണം അത് ഒരു കമ്പനി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അത് പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് റീസെയിൽ ചെയ്യുമ്പോൾ കമ്പനി ഈ ഒരു ഡിബഞ്ചേഴ്സ് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഇത് പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ മക്കൾ? അപ്പൊ അടുത്തത് നമുക്ക് ക്യാൻസലേഷൻ എൻട്രി ആണ് നമുക്ക് ഇവിടെ എഴുതാനായിട്ടുള്ളത്. അതായത് കമ്പനി അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് അവർ പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് വിറ്റാലും ഇത് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് കമ്പനിക്ക് പുതിയ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് റീസെയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മള് ഇവിടെ ഡിബഞ്ചേഴ്സ് റീസെയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻട്രി നമുക്ക് അതിന്റെ ക്യാൻസലേഷൻ എൻട്രി ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഓക്കെ മക്കളെ? അപ്പൊ നമുക്ക് ഇവിടെ ഫോർത്ത് എൻട്രി ആയിട്ട് നമുക്ക് അതിന്റെ ക്യാൻസലേഷൻ എൻട്രി ആണ് നമുക്ക് ഇവിടെ എഴുതാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഇത് എവിടെ നിന്നാണ് ഇത് കമ്പനി ക്യാൻസൽ ചെയ്യുന്നത്? കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ അല്ലേ മക്കളെ? കാരണം എന്താ? ഇതുവരെ കമ്പനി ആയിരുന്നു ഈ ഒരു ഡിബഞ്ചേഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അതിനർത്ഥം കമ്പനി കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ ഈ ഒരു ഡിബഞ്ചേഴ്സിന് കമ്പനിക്ക് തന്നെയാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഡിബഞ്ചേഴ്സ് വിറ്റു എന്ന് ഉറപ്പിക്കാനായിട്ട് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു ഡിബഞ്ചേഴ്സിനെ കമ്പനി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി കമ്പനി കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഈ ഒരു ഡിബഞ്ചേഴ്സിനെ കൊടുക്കുന്ന ഒരു പലിശ ഇപ്പോൾ ഈ ഒരു ഡിബഞ്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡർമാരുടെ കയ്യിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ മക്കളെ? ഐഡിയ യോ? ഇതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ക്യാൻസലേഷൻ എൻട്രി നമ്മൾ വീണ്ടും എഴുതുന്നത് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഓക്കെ എല്ലാവർക്കും മക്കളെ? ഓക്കെ ആണോ? യെസ്. ഓക്കെ മക്കളെ? നമ്മള് നേരത്തെ ഒരു ക്യാൻസലേഷൻ എൻട്രി എഴുതിയ പോലെ തന്നെയാണ് നമ്മള് ഇവിടെയും ക്യാൻസലേഷൻ എൻട്രി എഴുതേണ്ടത്. അതായത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, ഇനി നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ലോസ് ആണെങ്കിൽ ലോസ് ഓൺ ക്യാൻസലേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ to investment in on debentures account to എന്താണ് പ്രോഫിറ്റ് ആണെന്ന് വെച്ചാൽ അത് ക്രെഡിറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെയാണ് നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ള പോലെ ഒരു ക്ലോസിംഗ് എൻട്രി ആയിട്ട് നമ്മൾ എടുത്തെഴുതാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ ക്യാൻസൽ ചെയ്യുമ്പോൾ
കമ്പനിക്ക് ഇവിടെ പ്രോഫിറ്റ് ആണ് ഉണ്ടായതെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ അവർക്ക് ലോസ് ആണ് സംഭവിച്ചതെങ്കിൽ അത് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അടുത്ത ഹെഡിങ് ആയിട്ട് കൊടുക്കുക, ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് on cancellation. Profit on cancellation account debtor. Cancellation of debentures account debtor. Profit on cancellation of debentures account debtor to capital reserve account. Capital reserve account. ഓക്കെ അല്ലേ നമ്മൾ? ഓക്കെ അല്ലേ നമ്മൾ? ഇനി ക്യാൻസൽ ചെയ്യുമ്പോൾ ലോസ് ആണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോസ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ലോസ് ഓൺ cancellation of debentures account. നിങ്ങൾക്ക് മക്കളെ ഈ ഒരു എൻട്രീസ് നിങ്ങൾക്ക് ഓക്കെയോ? നമ്മളൊരു പർച്ചേസ് ഓഫ് ഓൺ ഒരു ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റിന്റെ ഓക്കെ അതിന്റെ ഒരു കൺസെപ്റ്റും അതിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ജേർണൽ എൻട്രീസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയോ? Is it clear to all? Is it clear? Okay, okay ആണോ മക്കളെ? Okay ആണോ എല്ലാവർക്കും? Yes. Okay, okay ആണോ സ്മൃതി, അരുണിമ, പ്രതിഭ, ഗൗതം? അല്ല എല്ലാവർക്കും ഐഡിയ ഇത് ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, ശരി മക്കളെ. ഓക്കെ. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് ഇനി നെക്സ്റ്റ് ഇനി എടുക്കാനായിട്ടുള്ളത് നമുക്ക് ഓക്കെ ഒരു കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരു പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് ഒരു പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൽ രണ്ട് ടൈപ്പ് ഇൻട്രസ്റ്റുകളാണ് ഇതിൽ ഒരു പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ മക്കളെ? ഞാനത് ആദ്യം അത് എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുശേഷം അതിന്റെ നോട്ട് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതിൽ രണ്ട് ടൈപ്പ് ഇൻട്രസ്റ്റ് മെത്തേഡുകളാണ് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കം ഇൻട്രസ്റ്റ് മെത്തേഡാണ്. ഓക്കെ അല്ലേ മക്കളെ? അതുപോലെ തന്നെ അടുത്തത് എക്സ് ഇൻട്രസ്റ്റ് മെത്തേഡാണ്. ഇനി എന്താണ് ഈ ഒരു കം ഇൻട്രസ്റ്റ് മെത്തേഡ് എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡിന് മുൻപ് അവർ പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവര് ഈ ഒരു ഡിബഞ്ചേഴ്സിന്റെ പ്രൈസിന്റെ കൂടെ അവര് ഒരു മെച്യൂരിറ്റി ഡേറ്റില് ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് വേണം അവര് അത് കൊടുക്കാനായിട്ട്. കിട്ടിയ മക്കളെ? അപ്പോ ഒരു കം ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ. അതായത് കമ്പനി അവരുടെ തന്നെ ഒരു സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവര് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവര് ഒരു മെച്യൂരിറ്റി പീരീഡിന് മുൻപ് ഒരു ഡിബഞ്ചേഴ്സിൽ എഴുതിയിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഡേറ്റിന് മുൻപാണ് അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു മെച്യൂരിറ്റി ഡേറ്റില് ഡിബഞ്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടിയും ഈ ഒരു ഡിബഞ്ചേഴ്സിന്റെ പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു മൊത്തം ഒരു ഡിബഞ്ചേഴ്സിന്റെ ഒരു പ്രൈസ് ആയിട്ട് കമ്പനി കൊടുക്കാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കം ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ പറയാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പോ ഇവിടെ ഒരു കം എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. എന്ത് കം?
ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ കമ്മിന്റെ അർത്ഥമാരു ഉൾപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. കിട്ടിയോ മക്കളെ? ഓക്കെ അല്ലേ മക്കളെ? ഇപ്പോ കമ്പനി അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആ ഒരു ഡിബഞ്ചേഴ്സിൽ എഴുതിയിട്ടുള്ള ആ ഒരു മെച്യൂരിറ്റി പീരീഡിന് മുൻപാണ് അവര് അത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു ഡിബഞ്ചേഴ്സിന്റെ പ്രൈസിന്റെ കൂടെ ആ ഒരു മെച്യൂരിറ്റി ഡേറ്റിൽ ശരിക്കും ആ ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം അവര് ഈ ഒരു ഡിബഞ്ചേഴ്സിന്റെ പ്രൈസിന്റെ കൂടെ അവര് കൊടുക്കാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കം ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ പറയാം. ഓക്കെ എല്ലാവർക്കും മക്കളെ? എന്താണ് ഈ ഒരു കം ഇൻട്രസ്റ്റ് മെത്തേഡ് എന്നുള്ളത്? ഓക്കെ ആയോ നിങ്ങൾക്ക് മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഓക്കെ നിങ്ങൾക്ക് ദിര, അരുണിമ, ഗൗതം, ഓക്കെ പ്രതിഭ, അല്ല എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഓക്കെ. ഇപ്പൊ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ആ ഒരു ഡിബഞ്ചേഴ്സിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡിന്റെ ഉള്ളില്, ഓക്കെ അല്ലേ ഗുണം? അപ്പൊ ഇവിടെ ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഡിബഞ്ചേഴ്സിന്റെ ഒരു പലിശ കൊടുക്കേണ്ട ഡേറ്റ്. ഓക്കെ അല്ലേ മക്കളെ? അതിനു മുൻപാണ് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ആ ഒരു ഡിബഞ്ചർ ഹോൾഡർമാരെ തിരിച്ച് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവര് ഡിബഞ്ചേഴ്സിന്റെ പ്രൈസിന്റെ കൂടെ ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റും കൂടി ഉൾപ്പെട്ടിട്ടുള്ള വില വേണം അവര് കൊടുക്കാനായിട്ട്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കം ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ പറയാം. ഓക്കെ ആയോ? എല്ലാവർക്കും കുട്ടിയോളെ എല്ലാവർക്കും ഇത് ഓക്കെയാണോ മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? ഓക്കെയാണ് ആതിര? എല്ലാവർക്കും ഓക്കെ സ്മൃതി? ഓക്കെ പ്രതിഭ? എല്ലാവർക്കും ഐഡിയ ഇല്ലേ എന്താണ് ഈ ഒരു കം ഇൻട്രസ്റ്റ് മെത്തേഡ് എന്നുള്ളത്? ഓക്കെ ആയോ? യെസ് മക്കളെ കേട്ടാ. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതില് എന്താണ് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ള ഒരു എക്സ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ അല്ലേ ഓക്കെ? എക്സ് എന്ന് പറയുന്നതും അതും ഒരു ലാറ്റിൻ പദമാണ്, ഒരു ലാറ്റിൻ വേർഡ് ആണ്. എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ ഒരു എക്സ്ക്ലൂഡിങ്, ഒരു ഒഴിവാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കിട്ടിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ? ഓക്കെ. അതായത് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഒരു ഡിബഞ്ചേഴ്സിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡിന് ശേഷം, അതായത് ഒരു ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ആ ഒരു ഡിബഞ്ചേഴ്സിനുള്ള ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് അവർ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരു ഡിബഞ്ചേഴ്സിന്റെ പർച്ചേസ് പ്രൈസ് മാത്രമാണ് കമ്പനിക്ക് ഇവിടെ ഒരു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താണ്? ഇത് മെച്യൂരിറ്റി ഡേറ്റിന് ശേഷം അവര് തന്നെ അവരുടെ ഒരു സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മെച്യൂരിറ്റി പീരീഡിൽ ഓൾറെഡി ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള പലിശ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ അവർക്ക് ഈ ഒരു ഡിബഞ്ചേഴ്സിന്റെ പർച്ചേസ് പ്രൈസിന്റെ കൂടെ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻട്രസ്റ്റ് അവർക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എക്സ് ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ പറയാം. ഓക്കെ അല്ലേ? നമ്മളെ എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു എക്സ്ക്ലൂഡിങ്, അതായത് പലിശ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡിബഞ്ചേഴ്സിന്റെ വില എന്നാണ് അതിന്റെ അർത്ഥം. കിട്ടിയ മക്കളെ? ഓക്കെ. അപ്പൊ മെച്യൂരിറ്റി ഡേറ്റിന് ശേഷമാണ് കമ്പനി അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവര് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മെച്യൂരിറ്റി പീരീഡിൽ ഓൾറെഡി ഈ ഒരു ഡിബഞ്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡർമാർക്ക് ഇൻട്രസ്റ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. കിട്ടിയോ മക്കളെ? ഓക്കെ. അപ്പൊ അവർക്ക് ഒരു ഡിബഞ്ചേഴ്സിന്റെ പർച്ചേസ് പ്രൈസ് മാത്രമാണ് കമ്പനിക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ എല്ലാവർക്കും മക്കളെ? ഓക്കെ. അപ്പൊ മെച്യൂരിറ്റി ഡേറ്റിന് മുൻപാണ് കമ്പനി അവരുടെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഡിബഞ്ചേഴ്സിന്റെ പ്രൈസിന്റെ കൂടെ
ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കമ്പനിക്ക് അവരുടെ ഒരു ഡിബഞ്ചർ ഹോൾഡർമാരെ തിരിച്ചു മേടിക്കാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇനിയിപ്പോൾ കമ്പനി ഡിബഞ്ചേഴ്സിന്റെ മെച്യൂരിറ്റി ഡേറ്റിന് ശേഷമാണ് അവരുടെ തന്നെ സ്വന്തം ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു ഡിബഞ്ചേഴ്സിന്റെ പ്രൈസ് മാത്രമാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ആ ഒരു മെച്യൂരിറ്റി പീരീഡിൽ ഓൾറെഡി ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഡിബഞ്ചേഴ്സിന്റെ പ്രൈസിന്റെ കൂടെ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയാ, നമ്മൾ ആ ഒരു എക്സ് ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ പറയാ. ഓക്കെ അല്ലേ മക്കളെ? അതായത് ഒരു ഡിബഞ്ചേഴ്സിന്റെ ഒരു പ്രൈസിന്റെ കൂടെ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻട്രസ്റ്റിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡിബഞ്ചേഴ്സിന്റെ ശരിക്കുള്ള അപ്പോഴത്തെ പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, എക്സ് ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ പറയാ. ഓക്കെ അല്ലേ മക്കളെ? ഇനിയിപ്പോ കമ്പനി അവരുടെ തന്നെ സ്വന്തം ഒരു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ഡിബഞ്ചേഴ്സിന്റെ മെച്യൂരിറ്റി പീരീഡിന്റെ ഉള്ളിലാണ് അവർ തിരിച്ച് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഡിബഞ്ചേഴ്സിന്റെ പർച്ചേസ് പ്രൈസിന്റെ കൂടെ ഡിബഞ്ചർ ഹോൾഡർമാർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡിബഞ്ചേഴ്സിന്റെ പ്രൈസ് ആയിട്ട് അത് കൊടുക്കാനായിട്ട്. കിട്ടിയോ നിങ്ങൾക്ക് മക്കളെ? ഓക്കെ, ഈ ഒരു മെത്തേഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഒരു ഇൻട്രസ്റ്റ് മെത്തേഡ് ആൻഡ് എക്സ് ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ പറയാം. ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ? എല്ലാവർക്കും ഇത് ഓക്കെയോ മക്കളെ? എന്താണ് ഈ ഒരു ഇൻട്രസ്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു എക്സ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്നുള്ളത് എല്ലാവർക്കും ഓക്കെ ആയോ? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? ഇത് മിക്ക അവര് മിക്ക എക്സാമുകൾക്കും അവര് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് അവര് കണ്ടിന്യൂസ് ആയിട്ട് അവർ ചോദിക്കാറുള്ളതാണ്. വാട്ട് ഈസ് നോൺ ആസ് എക്സ് ഇൻട്രസ്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെ വാട്ട് ഈസ് നോൺ ആസ് ഇൻട്രസ്റ്റ് ഒരു മെത്തേഡ്. കണ്ടോ മക്കളെ? ഓക്കെ എല്ലാവർക്കും? യെസ് മക്കളെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്താന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? എന്താണ് ഈ ഒരു എക്സ് ഇൻട്രസ്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഇൻട്രസ്റ്റ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, യെസ്. ഓക്കെ നമ്മൾ ഞാന് അതിന്റെ ഒരു മലയാളം മീനിങ്ങും കൂടി ഞാനിവിടെ നിങ്ങൾക്ക് അത് എഴുതി തരാം കേട്ടോ.
ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ അത് ആവശ്യമുള്ളവര് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എന്താന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ മക്കളെ, അത് ഉം, ആ, എഴുതിയെടുത്തോ നിങ്ങള്? കമന്റ് ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് എല്ലാവരും എഴുതിയെടുത്തോ മക്കളെ? യെസ്. ഇത് എഴുതേണ്ട ആവശ്യമില്ല.
ഓക്കെ അല്ലേ മക്കളെ? യെസ് മക്കളെ കേട്ടോ. ഓക്കെ ഇപ്പൊ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാം മക്കളെ കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഞാന് ഇനി ഇത് അവര് ഈ ഒരു മെത്തേഡ് അവര് കൂടുതല് ഒരു തിയറി ആയിട്ടാണ് അവര് ചോദിക്കാറുള്ളത് കേട്ടോ മക്കളെ കേട്ടോ. ഓക്കെ കേട്ടോ മക്കളെ കേട്ടോ. ഓക്കെ ഓക്കെ ഞാന് ഇതിന്റെ ഒരു ക്വസ്റ്റ്യനുകളുടെ ഒരു എക്സ്പ്ലനേഷന്റെ ഒരു റെക്കോർഡിംഗ് ക്ലാസ് ഞാൻ ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് അയക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അപ്പൊ അത് നിങ്ങളെ ഒരു ഒഴിവ് പ്രകാരം നിങ്ങൾ ഒരു റെക്കോർഡിംഗ് ക്ലാസ്സുകൾ നിങ്ങൾ ഒന്ന് കേൾക്കണം മക്കളെ കേട്ടോ. ഓക്കെ അല്ലേ നിങ്ങൾ? ഓക്കെ കേട്ടോ. അപ്പൊ ഞാന് ഇതിന്റെ ഒരു ക്വസ്റ്റ്യനുകളുടെ ഒരു നോക്കുക ഒരു റെക്കോർഡിംഗ് ക്ലാസ്സുകൾ ഞാൻ ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു അയച്ചു തരാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അപ്പൊ അത് എല്ലാവരും ഒന്ന് കേൾക്കട്ടോ മക്കളെ കേട്ടോ. ഉണ്ടോ മക്കളെ കേട്ടോ? ഓക്കെ ഓക്കെ ഞാന്